കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മന്ത്രിയായിരുന്നതിൻ്റെ റെക്കോർഡ് ഇന്ന് മുതൽ മന്ത്രി എ കെ ശശീന്ദ്രൻ സ്വന്തമാക്കിയാണ്. മിനിസ്റ്റർ തന്നെ നമുക്ക് ചേരുകയാണ്. 6 വർഷം 5 മാസം 22 ദിവസമാണ്. ഒരു ചെറിയ കാലയളവല്ല, തുടർച്ചയായിട്ട്. എന്ത് തോന്നുന്നു? ഇങ്ങനൊരു കണക്ക് കൂട്ടൽ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാരിൽ ഇത്തരത്തിലൊരു അവസരം ലഭിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിന് വക നൽകുന്ന ഒന്നാണ്. മറ്റ് പ്രശ്നങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇതിനൊരു സവിശേഷതയുണ്ടെന്ന് ഇപ്പം മനസ്സിലായത്. ഏതായാലും എനിക്ക് അങ്ങനെ അവസരം തന്ന ജനങ്ങളോട്, പാർട്ടി നേതൃത്വത്തോട്, പാർട്ടി പ്രവർത്തകരോട് എൻ്റെ നന്ദി പ്രകാശിപ്പിക്കാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. ഈ രണ്ടാം സർക്കാരിൽ ഒരു മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു? അല്ല, മന്ത്രിസ്ഥാനം കിട്ടുന്നതൊക്കെ പാർട്ടി തീരുമാനിച്ച് കിട്ടുന്നതല്ലേ. അപ്പോൾ സ്വാഭാവികമായും പാർട്ടി ആളുകൾ MLA-മാരെ ഒന്ന് വിലയിരുത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചത്. എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നല്ല നിലയിൽ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പാർട്ടിക്ക് വിധേയനായി നിന്നുകൊണ്ട് മുന്നണിയുടെ പൊതുവായ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ഇത്തരം പ്രോത്സാഹനങ്ങൾ നമുക്ക് കരുത്ത് നൽകും എന്നാണ് കരുതുന്നത്. ഇപ്പം മുമ്പ് VM സുധീരൻ പറഞ്ഞത് കേരളത്തിലെ NCP UDF-ലേക്ക് മടങ്ങി വരണമെന്നാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. UDF-ലേക്ക് മടങ്ങി വരണം എന്നല്ല അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ട കാലമാണിതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണമെങ്കിൽ അത് കോൺഗ്രസ്സുകാരാണ് ആദ്യം ആലോചിക്കേണ്ടത്. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഇപ്പോഴും കുറേയേറെ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും അത് ഞങ്ങളാണ് എല്ലാം തീരുമാനിക്കാൻ കരുത്തുള്ളവർ എന്നൊരു തെറ്റിദ്ധാരണ അവർക്കുണ്ട്. രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി സമയോചിതമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്ന കാര്യത്തിൽ ഇപ്പോഴും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഇരുട്ടിൽ തപ്പുകയാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ നയങ്ങളിലേക്ക് തിരിച്ചു പോകാൻ കോൺഗ്രസ് തീരുമാനിക്കുമ്പോഴാണ് രാഷ്ട്രീയ രംഗത്ത് അതിൻ്റെതായ ചലനങ്ങളുണ്ടാകുക, മാറ്റങ്ങളുണ്ടാകുക. ആ തരത്തിലുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയ സാമ്പത്തിക രാഷ്ട്രീയ പ്രക്രിയയെക്കുറിച്ച് ദൗർഭാഗ്യവശാൽ ഇപ്പോഴും ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ കോൺഗ്രസ് നേതൃത്വം ചിന്തിക്കുന്നില്ല. ഇവിടെ തന്നെയുള്ള അനുഭവം എന്താണ്? പഴയ കാലഘട്ടത്തിൻ്റെ ദുഷ്ചിന്തകൾ ഇപ്പോഴും വിട്ടുമാറാതെ നിൽക്കുന്നൊരു പാർട്ടിയായി സ്വയം ചെറുതായി പോയത് നമ്മൾ കണ്ടില്ലേ? എന്തുകൊണ്ടാണ് ശരത് പവാറിനെ പോലുള്ളവർ, എന്തുകൊണ്ടാണ് വലിയ വലിയ നേതാക്കന്മാർ കോൺഗ്രസിനെ ഉപേക്ഷിച്ച് പോകാൻ ഇടയായത്? അതിന് അധികാരമോഹികൾ എന്ന് പറഞ്ഞ് മാത്രം മാറ്റി നിർത്തുന്നത് അല്ല വേണ്ടത്. അതിനിടയാക്കിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മാറ്റം വരുത്താൻ സ്വയം തയ്യാറാകുമ്പോഴാണ് കോൺഗ്രസ് ഈ നാട്ടിലെ ജനാധിപത്യ മതേതര പുരോഗമന ചിന്താഗതിക്കാരുടെ ഒരു ഓപ്ഷനായി മാറുകയുള്ളൂ. എന്തായാലും ആശംസകൾ. കോട്ടയത്ത് നിന്ന് ക്യാമറമാൻ ജോബൻ തേക്കടിക്കൊപ്പം ഷിനോ ജോസ്, മാതൃഭൂമി ന്യൂസ്.